ഹലോ ഗൈസ്, എക്സോഡി ബീസിന്റെ ഇടുക്കി സോളോ ട്രിപ്പിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കാന്തല്ലൂരിലേക്കുള്ള യാത്രയാണ്. ഇപ്പൊ കാന്തല്ലൂർ പോയിട്ട് തിരിച്ച് മറയൂരിലേക്കുള്ള യാത്ര പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇവിടെ വെയിലൊന്നും ഇല്ലാതെ മഴയും മഞ്ഞൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നല്ല മനസ്സ് കുളിർപ്പിക്കുന്ന തരത്തിലുള്ള നല്ല വിഷ്വൽസ് ഒക്കെ കിട്ടിയത്. ഇനി ഞാൻ നേരെ പോകുന്ന വഴിക്ക് മറയൂരിലെ പ്രശസ്തമായ പുരാതനമായ മുനിയറകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ മറയൂർ ശർക്കര കൊണ്ടുണ്ടാക്കിയ മുളയരി പായസം കണ്ടു കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ താ വിറ്റുകൊണ്ടിരിക്കുകയാണ്. 20 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല തണുപ്പ് ഇതാ ഇവിടെ പായസമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല കൊതി തോന്നി കേട്ടോ. ഞാൻ അങ്ങനെ ഇതായിപ്പോൾ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വഴിയിൽ റോഡ് സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. കുതിർന്നിരിക്കുക കേട്ടോ, ഞാൻ കുടിച്ചോട്ടെ, ഒന്ന് പിടിക്കോട്ടോ. കണ്ടില്ലേ ശർക്കര പായസം, കൊള്ളാം, സൂപ്പർ. തണുപ്പത്താണ് ഇതൊക്കെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്നത് കേട്ടോ നമുക്ക്, അടിപൊളി. അതിനുശേഷം മുനിയറയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വഴിയിൽ വീട്ടിൽ ഊണെന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ കയറി നല്ല ഊണ് കിട്ടി. അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി ഉള്ള പ്ലാനിലാണ്. ഇനി ജീപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ ഇവിടെ നിന്ന് മേളിൽ നിന്ന്? ആ നിങ്ങളായിരുന്നോ? പോട്ടെ. നമ്മളെ ഇറച്ചിപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ വെച്ച് കണ്ട ആൾക്കാരാട്ടോ. ബായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മറയൂരിലെ മുനിയറ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കുന്നിൻ്റെ മേളിലാണ് കേട്ടോ. ഒരു മലയടക്ക് മേളിലാണ്. കണ്ടില്ലേ, ഇവിടെ മൊത്തം കല്ലുകൊണ്ടുള്ള വഴിയാണ്. ഇതുവഴിയൊക്കെ പക്ഷേ ജീപ്പ് കയറി പോകും. കണ്ടില്ലേ, ഈ വഴിയൊക്കെ ജീപ്പ് കയറി പോകുന്നതാണ്. പക്ഷേ ബൈക്കിന് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിയോടെ വെച്ചിട്ട് വന്നു. ഹെൽമെറ്റ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. മുനിയറകളിലെ ഒന്നാണിത്. ചിലതൊക്കെ ആൾക്കാർ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിന് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ മുനിയറകളാണ് കേട്ടോ. ഇവിടെ മഞ്ഞങ്ങനെ പെയ്യുന്നൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മഴയില്ല. അതുകൊണ്ടൊരു സുഖമുണ്ട്. മഴയില്ലായിരുന്നാൽ മതി ഗൈസ്. എൻ്റെ കൈയൊക്കെ നല്ലോണം നനഞ്ഞ് കുതിർന്നു, കാലും അതന്നെ, ഷൂ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അത് മൊത്തം നനഞ്ഞ് കുതിർന്നാണ് ഞാൻ നിൽക്കണേ. പിന്നെ നമ്മൾ കുറച്ച് മഴ നനഞ്ഞതിന് ശേഷമാണ് റെയിൻകോട്ടൊക്കെ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു നനവുണ്ട്. ജീപ്പിൽ ആൾക്കാർ ഇതാ പോകുന്നുണ്ടോ. താഴ്ന്ന് അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ അറ്റം വരെ നമുക്ക് ജീപ്പ് പോകും. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നലെ ഇതിനേക്കാളും ആളുണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്ന് മഞ്ഞാണ്, നല്ല മഴയൊക്കെ ഉണ്ട്. എന്നാലും നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ, തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ല, മറയൂർ നഗരം മുഴുവൻ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൈസ്. എൻ്റെ പുറകെ കാണുന്നതൊക്കെ മുനിയറകളാണ് കേട്ടോ. ഇവിടെയും അപ്പുറത്തുമൊക്കെ. ഇവിടെയൊക്കെ ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി വരി കെട്ടി മറച്ചിട്ടുണ്ട്. നല്ല തണുപ്പ്, ആ തണുത്ത കാറ്റിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, പണ്ടുണ്ടായിരുന്ന മുനിയറകളൊക്കെയാണ് ഇപ്പോൾ അതൊക്കെ നശിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, മുനിയറയും കൂടെ കണ്ടു. അപ്പോൾ മറയൂരിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഇനി 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അവിടെ കൂടെ പോയി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഞാൻ മറയൂരിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കൊള്ളാം ഗൈസ്, ഇത്തവണ യാത്ര ഫുൾ വൈബായിരുന്നു. ഇന്ന് മഴയും മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടിയത്. ഇന്നലത്തെ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് അതല്ലേ പറഞ്ഞത്, റൈറ്റ് ടൈമിൽ
നമുക്ക് കിട്ടുന്നത് ഒരു ലക്കാണ്. ഇതാണ് ഗൈസ് മറയൂർ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. കൊച്ചുകുട്ടികൾക്കുള്ള പാർക്കാണ്. ചെറിയ ചെറിയ പാർക്കിലെ ചെറിയ ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. അതിനകത്ത് 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ ഫീസില്ല, ഫ്രീ ആണ്. എക്കോ ഷോപ്പും പിന്നെ ചിൽഡ്രൻസ് പാർക്കുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറുന്നില്ല, കാരണം വീഡിയോ ക്യാമറ കൊണ്ടുപോകുന്നതിന് 50 രൂപയാണ് ചാർജ്. ഞാൻ ജസ്റ്റ് നോക്കി അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ കൂടുതലായിട്ടൊന്നും കാണാനില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ഒരുപാടൊന്നും ഏരിയ ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എന്താണ് ഉള്ളിലുള്ളതെന്നുള്ള കാര്യങ്ങൾ. കുറച്ച് ഗെയിംസും പിന്നെ ഈ ഒരു വലിയൊരു ആൽമരവും അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ കാന്തല്ലൂർ പോയ സമയത്ത് തൂവാനം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയില്ല. അവിടത്തേക്കുള്ള വഴി കണ്ടു, പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല മഴയായതുകൊണ്ട്. തിരിച്ചു വന്നപ്പോൾ കണ്ടു, പക്ഷേ അവിടെ സത്യം പറഞ്ഞാൽ ഇറങ്ങിയില്ല. നോർമലി ഇറങ്ങിക്കഴിഞ്ഞാലും കാടിനകത്തൂടെ ഒരുപാട് കുറച്ച് നടക്കാനുണ്ട്, ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പിന്നെ നല്ല മഴയും തണുത്ത് വിറച്ചിരുന്നുകൊണ്ട് വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അതിനകത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പുണ്ട്. പിന്നെ ഇത്തവണ ഇറങ്ങിയില്ല, കാരണം ഇന്നലെ 2 വാട്ടർഫോൾസിൽ പോയിട്ട് വന്നതിൻ്റെ ആ ഒരു ക്ഷീണത വരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ഫാമിൽ ആപ്പിൾ ഫാമിൽ കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ അടച്ചിരിക്കുന്നു. അവർ ആൾക്കാരെ വിളിച്ചിട്ടൊന്നും കാണാനൊന്നുമില്ല. പിന്നെ എന്തായാലും ആപ്പിൾ സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ വേണമെന്ന് വെച്ചു. പിന്നെ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. കാന്തല്ലൂർ പോയാൽ അവിടെ ഉള്ളത് ആപ്പിൾ ഫാം, സ്ട്രോബെറി ഫാം ഇപ്പോൾ ഇല്ല. പിന്നെ ഈ തൂവാനം വാട്ടർഫോൾസ്, പിന്നെ അവിടെയുള്ള റിസോർട്ട്സും വ്യൂ പോയിൻറ്റും പിന്നെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, ഇത്രയൊക്കെ കാഴ്ചകൾ തന്നെയാണ് കാന്തല്ലൂരുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ മറയൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ മുനിയറയൊക്കെ ഇരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മറയൂരിലെ ശർക്കരയൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ സ്വീറ്റ്സും ചോക്ലേറ്റ്സും പിന്നെ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ വനശ്രീയുടെ ഷോപ്സിലൊക്കെ, എക്കോ ഷോപ്സിലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് മറയൂരിലെ കാഴ്ചകൾ. ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അവിടെ കാടിനകത്തുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ പോയിട്ടുള്ളതാണ്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. രാത്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വനത്തിനുള്ളിൽ സ്റ്റേ ചെയ്യാൻ കണക്കിനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കൊള്ളാം, പുള്ളിപ്പുലി അടക്കമുള്ള സാധനങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മറയൂരുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വൈകുന്നേരം കൂടെ ഞാനിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ നിന്നും മൂന്നാർക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം ഇന്ന് ഞാൻ മൂന്നാർ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇന്നും കൂടെ ഇവിടെ നിൽക്കാം. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഗൈസ്, ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ എക്കോ ഷോപ്പ് നമ്മൾ താഴെ ഒരെണ്ണം കണ്ടില്ല. ഇവിടെ അവരുടെ തന്നെ വേറൊരു ഷോപ്പും കൂടെ ഉണ്ട്. ഇല എന്നാണ് അതിൻ്റെ പേര്, ഇല. അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ സ്റ്റോറാണ്. അതുപോലെ തന്നെ ഈ ചില്ല മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഈ ലേലത്തിന് വയ്ക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ഷോപ്പാണ്. വ്യാഴാഴ്ച ദിവസം മാത്രമേ അത് പ്രവർത്തിക്കാറുള്ളൂ. ഇത് പിന്നെ പ്രൊഫഷണൽ സ്റ്റോറാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വനവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടല്ലേ. നോർമലി ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണിത്. കിട്ടും എല്ലാ വ്യാഴാഴ്ചകളിലും നമുക്കിവിടെ ലേലമുണ്ട്. കൂർക്ക കിട്ടും എല്ലാം. ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചില്ല, ഇത് ഇല്ല പ്രൊഫഷണൽ സ്റ്റോർ, അത് ചില്ല. കൂർക്ക അതുപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നത്? പിന്നെ പച്ചമുളക് കിട്ടും, ചെറിയുള്ളി. ഇതൊക്കെ കാടിനകത്തുനിന്ന് വരുന്നതാണോ? ആരോ കുടിയുന്ന ആൾക്കാർ കൊണ്ടുവരും. അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യുമോ? അങ്ങനെയാണോ? അത് ലേലം പിടിച്ച് പുറത്ത് കടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അല്ലാതെ ഈ തേന് കാര്യങ്ങളൊക്കെ അതും കൊണ്ടുവരും, കുടിയിൽ കൊണ്ടുവരും. അതൊക്കെ ഇവിടെ കിട്ടുമോ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഈ പൊടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണോ അതോ അവര് വഴി വരുന്നതാണോ? ഇല്ല, അവര് വഴി വരുന്നത് റാഗി അത് മേടിച്ച് ഞങ്ങൾ പൊടിയാക്കി കൊടുക്കുന്നത്, റാഗി ആയിട്ടും കൊടുക്കുന്നു. പിന്നെ ഏലക്ക, അവര് കൊണ്ടുവരുന്ന ഏലക്ക, മരുന്നൊന്നും അടിക്കാത്ത ഏലക്ക നമുക്കിവിടെ കിട്ടുന്നുണ്ട്. രാഗി, ചോളം എല്ലാം കൂടി ഉണ്ട്. മത്തങ്ങ, ചീര എല്ലാം. മലയാളം തന്നെ അല്ലേ? കുടിയിലുള്ള ഭാഷ എല്ലാം അറിയാം. മറയൂരില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ മറയൂർ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇല. ഇവിടെ വ്യാഴാഴ്ചകളിൽ ലേലം നടക്കാറുണ്ടല്ലേ? എല്ലാ വ്യാഴാഴ്ച അല്ലേ? ഫുൾ ടൈം ഉണ്ടാവും? രാവിലെ തൊട്ട് വൈകിട്ട്. MRP-ക്കാളും നല്ല റേറ്റിൽ, നല്ല റേറ്റ് കുറവിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഇതിവിടെ മാത്രം കിട്ടുന്നതല്ല, ഫ്രഷ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ചേച്ചി ഇവിടെ മറയൂർ കുടിയിൽ തന്നെ ഉള്ളതാണല്ലേ? രാസാത്തി എന്നാ പേര്. ഞാൻ ചില്ലയ്ക്ക് വരും. ഇപ്പൊ ഇവിടത്തെ സ്റ്റാഫായി പോയി. ഇപ്പൊ ഇവിടത്തെ സ്റ്റാഫാണല്ലേ? ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ലേലത്തിന് വേണ്ടി വരുന്നതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എല്ലാം കൂടി ഉണ്ട്. എല്ലാം കൂടി തരും. മേലക്ക, കൃഷി, അതൊക്കെ എല്ലാം കൊണ്ട് വീട്ടില്. പിന്നെ ഇപ്പൊ കൂർക്ക കൂടുതൽ. അവിടെ ഈ മൃഗങ്ങള് അങ്ങനെയുള്ള ശല്യം ഒന്നുമില്ലല്ലേ? ആർക്ക് വേണം എപ്പോ വന്ന് താമസിക്കാം കണക്കിനുള്ള തന്നെയല്ലേ? പിന്നെ കോഴിക്ക് പോകണമെങ്കിൽ ഇവിടെ കൈകൾ തിട്ടിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാ
കുടിക്ക് തന്നായിട്ട് വരാൻ പറ്റുകയില്ല. ഇവിടെ ഫോറസ്റ്റുമാരെല്ലാം കൂടി ഇറങ്ങിയിട്ട് പിന്നെ വേണം അങ്ങോട്ട് വരാനായിട്ട്. ഇപ്പൊ എനിക്കിപ്പോ അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ. ഓക്കെ. അപ്പൊ അവിടെ താമസിക്കാനൊക്കെ പറ്റുമോ അങ്ങനെ ഒരു ദിവസത്തേക്ക് ഇപ്പൊ താമസിക്കണമെങ്കിൽ? ഇവിടെയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട്. ഇപ്പം അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ആരെങ്കിലും ഇതുവരെ വന്ന് താമസിക്കുന്നതിൽ, നിങ്ങളുടെ ഊരിൽ വന്ന് താമസിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, സന്തോഷമല്ലോ ഉള്ളൂ. അതിന് നമുക്ക് ഞാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയി ഇങ്ങനെ നിന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇനി ഒരു തവണ വരുമ്പോഴാവട്ടെ, അന്നേരം നിങ്ങളുടെ കുടിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എപ്പോഴാണ് ഇവിടെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോണത്? ഞാൻ മാസത്തിൽ ഒരു നാൾ അങ്ങോട്ട് പോകുള്ളോ? അപ്പോൾ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഇവിടെ അടുത്തല്ലേ? ഒരു 10 മിനിറ്റ് വഴി. പിന്നെ അപ്പൊ ഇവിടെ തന്നെ താമസിക്കും? ഇവിടെ ഒരു 8 കാലം ആകുമ്പോൾ വരെ ഇവിടെ ജോലിയുണ്ട്. ഈ നിൽക്കുന്നത് ചന്ദനമരമാണ്. പിന്നെ ചേച്ചി അവിടെ ഒരു ചന്ദനമരം ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇത് ചന്ദനമരം അല്ലേ? അതിനകത്ത് എല്ലാത്തിനും നമ്പർ ഇട്ടിരിക്കും അല്ലേ? അത് തന്നെ. കണ്ടില്ലേ? 52 നമ്പർ എണ്ണട്ടേക്കിനാണ് അല്ലേ? അല്ല, ഇത് ചന്ദനമരമാണ് കേട്ടോ. ഇതൊക്കെ ഇനി എത്ര നാൾ എടുക്കും ഇനി വലുതാവാൻ? ഇത് ഇനിയും കുറെ നാളാണ്. എന്നാലും ഒരു 4-5 വർഷം കൂടുതലെടുക്കും അല്ലേ? ലേലത്തിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നല്ലേ? ലേലത്തിന് കൊണ്ടുവച്ചിരിക്കുന്ന കൂർക്കുകളാണ് ഇതൊക്കെ, കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. കൊള്ളാം. ഇത് വെള്ളമെല്ലാം ഇടാത്ത ഒരു മഴച്ചാർ മാത്രമാണ് ഉള്ളത്. നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ? ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടോ ഈ ഏരിയയിലൊക്കെ? ഇവിടെ കാട്ടുപോത്തൊക്കെ വരുമല്ലേ? ഓക്കെ. ഇതും ഒരു ചന്ദനമരമാണ് കേട്ടോ. ഈ ചന്ദനമരം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. ഇതാണ് ചന്ദനമരവും ചന്ദനമരത്തിൻ്റെ ഇലയും കാര്യങ്ങളും കണ്ടില്ലേ? എല്ലാത്തിനും പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗൈസ്, സത്യം പറഞ്ഞ ഇതാണ് മറയൂർ ഗ്രാമം കേട്ടോ. നമ്മൾ മറയൂരിൽ നിന്ന് മറയൂർ ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയാണ്. അതെ, ഇതാണ് ഗൈസ് കറക്റ്റ് മറയൂർ ഗ്രാമം. ഇപ്പം മറയൂർ ടൗൺ എന്ന് പറയുന്നത്, ആ ഒരു ടൗണിൻ്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ വണ്ണാറപ്പേട്ട എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. വണ്ണാറപ്പേട്ടയാണോ? വണ്ണാറപ്പേട്ട എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ഈ ഒരു മറയൂർ ഗ്രാമമൊക്കെ ചേർന്നിട്ട് ഇപ്പം മൊത്തത്തിൽ ടൗൺ മറയൂർ എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് മറയൂർ ഗ്രാമം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ മുകളിൽ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മറയൂർ ടൗണിലേക്ക് ഇറങ്ങുന്ന വഴി. പിന്നെ ഇവിടേക്ക് പിന്നെ ഊരുകളുണ്ട് ഒരുപാട്. നിങ്ങളെല്ലാം കബഡി പ്ലേയേഴ്സാ? ആണല്ലേ? നിങ്ങളെല്ലാം മലയാളവും തമിഴും ഒരുപോലെ ആണല്ലേ? എനിക്കും തരും. ഞാനും തമിഴ്നാട് പക്കത്തിലാണ്. എൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരാണ്. അത് നമ്മുടെ അവിടെ നിന്ന് 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ആണല്ലേ? ഗൈസ്, നമ്മൾ മറയൂരിൽ കുടിയിലേക്ക് പോകുന്ന കാടിനകത്തുള്ള ചെക്ക് പോസ്റ്റൊക്കെ പാസ് ചെയ്തിട്ടുള്ള വഴിയിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ചെക്ക് പോസ്റ്റിൽ ആരും തടഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നേരെ കയറി പോകുന്നു. കണ്ടില്ലേ, കുത്തനുള്ള കയറ്റമൊക്കെ ആയിട്ട് കുറച്ച് ടാസ്ക് ഉള്ള റോഡാണ്. ഫുൾ ഉൾക്കാടാണ് കേട്ടോ ഇതിനകത്തേക്ക്. നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം പോയിട്ട് വരട്ടെയും സെക്യൂരിറ്റി എടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് കയറി പോകുന്നതാണ്. പക്ഷെ കുടിയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ നിന്ന് 22 കിലോമീറ്റർ വരെ ഇതുപോലുള്ള റോഡും അതുപോലെ തന്നെ കാട്ടുവഴികളൊക്കെ ഉണ്ട്. ഈ ഊരിനുള്ളിൽ 6 ഊര്, അതായത് 6 കുടിയാണുള്ളത്. ഓരോ കുടിയിലും 50 വീടുകളോളം ഉണ്ട്. അങ്ങനെ 6 ഊരുകളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 2000-ഓളം വരുന്ന ആൾക്കാരിവിടെ താമസിക്കുന്നുണ്ട്. ഫുള്ള് കാടാണ് കേട്ടോ ഇതിനകത്ത്. നമുക്ക് പുറത്തു നിന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പെർമിഷൻ വേണം. ഉള്ളിൽ നമുക്ക് നൈറ്റ് നമുക്ക് അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ പോലും പെർമിഷൻ വേണം. പക്ഷേ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ താമസിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പോയിട്ട് തിരിച്ച് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന മനുഷ്യരാണ്. ഡെയിലി 10-20 കിലോമീറ്റർ വരെ നടന്ന് സ്ഥിരമായിട്ട് ജോലിക്ക് ചെയ്യുന്ന ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. തികച്ചും കാടാണ്. എപ്പോൾ വേണം നമുക്ക് ഇതിനകത്ത് മൃഗങ്ങളെ കാണാൻ പറ്റും. അതിരാവിലെയും വൈകുന്നേരവും മൃഗങ്ങളുടെ സാന്നിധ്യം, ആനയും കാട്ടുപോത്തിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. പക്ഷേ ശല്യം ഒന്നുമില്ല, മനുഷ്യർക്കൊന്നും ശല്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഉള്ളിലേക്കാണെങ്കിൽ കാണാനായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഫുള്ള് റോഡ് ഉണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഫുള്ള് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന റോഡുകളും അതുപോലെ തന്നെ സ്ഥലങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ഞാനിതാ ഒറ്റയ്ക്ക് ഇതുവരെ കുറച്ചധികം ദൂരം നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടുത്തെ ആദ്യത്തെ കുടി തന്നെ ഓൾമോസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ പോകണം.
പക്ഷെ ഞാൻ ഉള്ളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, പകുതി വഴിക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയിലാണ്. ദൂരം ഉണ്ടോ? അടുത്ത് തന്നെ. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ദൂരെ നിന്ന് വരുന്നതാണ്. പക്കത്തിൽ തന്നെ. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാടിനകത്തൂടെ കുടിയിലേക്കുള്ള യാത്രയൊന്നും പ്ലാനിലുണ്ടായിരുന്നല്ലേ. ഇവിടെ വന്ന് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 5 മണിയോളം ആയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. കണ്ടില്ലേ, 2 വഴി തിരിയുന്നുണ്ട്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 1 കുടിയേ ഉള്ളൂ. വലത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ റോഡാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 5 കുടിയുണ്ട്. പക്ഷെ എല്ലാം നല്ല ദൂരത്താണ്. ഓരോ കുടി കഴിഞ്ഞ് അടുത്ത കുടിയിലേക്ക് പോകാൻ നല്ല ദൂരമാണ്. സാധാരണ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ തന്നെ ഉണ്ട്. പക്ഷെ പ്ലാനിലില്ലാത്തതുകൊണ്ടും ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് കരുതി അടുത്ത തവണ കുടിയിലേക്ക്, അതായത് അടുത്ത തവണ മറയൂരിലേക്ക് വരുന്ന സമയത്ത് ഇവിടേക്കൊക്കെ പോകാമെന്ന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, നമ്മൾ കുടിയിലുള്ള ആൾക്കാരെ കണ്ടു, പരിചയപ്പെട്ട് സംസാരിച്ചു. അവരൊക്കെ അവരുടെ നാട്ടിൽ അവരുടെ കുടിയിലേക്കൊക്കെ ഒന്ന് ഒരു ദിവസം താമസിക്കാനൊക്കെ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. ഇനി അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാടൊന്നും അവരുടെ വിഷ്വൽസ് ഒന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല. പോകുന്ന വഴി മാത്രം ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഒരുപാട് വാഴക്കൃഷി, ഒരുപാട് തരം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ പോയി കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ പ്രൈവസിയെ മാനിച്ച് ഞാൻ ഇതൊന്നും ജസ്റ്റ് വിഷ്വൽസ് കാണിക്കുന്നില്ല. ഇതാണ് കേട്ടോ മറയൂരിൽ നിന്ന് നമ്മൾ ഉള്ളിൽ കാടിനുള്ളിലെ കുടിയിലേക്കൊക്കെ പോകുന്ന ഫോറസ്റ്റ് റൂട്ട്. ഞാൻ കുറച്ച് ദൂരം പോയി, നല്ല കുത്തിനുള്ള കയറ്റമൊക്കെ ഉണ്ട്. തിരിച്ചിറങ്ങുന്നൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ കേസ് കണ്ടില്ലേ, ഇവിടെ മൊത്തം 6 കുടിയല്ലേ ഇവിടെ. എല്ലാം കൂടെ 6 കുടിയുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കൂടെ ഒരു 10,000-2000-ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അതായത് അവരെല്ലാം ഈ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയാണ് വരുന്നതും പോകുന്നതൊക്കെ. ഒരു കുടിയെന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 19 പേര് 50 വീടോളം വരുന്ന ഒരു ചെറിയൊരു ഏരിയ, അതിനാണ് ഒരു കുടിയെന്ന് പറയുന്നത്. അങ്ങനെ 6 കുടിയുണ്ട്. ഞാൻ പകുതി ദൂരം പോയി നോക്കി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് കാണാനുള്ള കാഴ്ചകളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് തങ്ങാനും പറ്റും. ഇവർ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. 8 കിലോമീറ്ററൊക്കെ നടന്നു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം. 8 കിലോമീറ്റർ നടന്നു വന്ന് ഇവർ ഫോറസ്റ്റ് പണിക്ക് പോകുന്ന നൈറ്റ് ഡ്യൂട്ടി. ഓക്കെ ഓക്കെ. തിരിച്ച് വീണ്ടും നടക്കണ്ടേ? തിരിച്ച് ഇങ്ങനെ നിന്ന് മറയൂർ പോയി, മറയൂരിലിരുന്ന് കാന്തല്ലൂർ ബസ്സുണ്ട്, ബസ്സിൽ പോകും. കാന്തല്ലൂരിൽ ഡ്യൂട്ടി பார்த்துட்டு പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ബസ്സിൽ ഇറങ്ങി മറയൂർ വരും. മറയൂർ വന്ന് നടന്ന് വീണ്ടും 8 കിലോമീറ്റർ നടക്കും. ഓ, നടന്നു പോയി പിന്നെ 8 കിലോമീറ്റർ വൈകിട്ട് പണിക്ക് പോകുമ്പോൾ 8 കിലോമീറ്റർ നടന്നു വരും. അങ്ങനെയാണല്ലേ? 8 കിലോമീറ്ററൊക്കെ ഡെയിലി നടക്കണം എൻ്റെ ഗൈസ്, എൻ്റെ കിളി പോകും. അയ്യോ, നമുക്കതൊക്കെ നമ്മളൊക്കെ വല്ലപ്പോഴും കൂടെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഭയങ്കര അല്ല, ഇവർ ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ്. ഇവർ വാച്ചർ തന്നെ, 2 പേര് വാച്ചർ. ഓക്കെ ഓക്കെ. എല്ലാ ഡ്യൂട്ടിക്ക് പറഞ്ഞ എല്ലാം കറക്റ്റാണ്. 5 മണിക്ക് പോയി അവിടെ എത്തും. ഇവിടെ നോക്ക്. ആ ഉണ്ടാ, കടിക്കാവുന്നുണ്ട്, കണ്ണുണ്ടോ? ഗൈസ്, ഇന്ന് നൈറ്റ് സ്റ്റേയിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നും ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇന്നലെ സ്റ്റേ ചെയ്ത അതേ സ്ഥലത്താണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് റൂഫിൻ്റെ ഉള്ളിലേക്ക് റൂമിൽ ആണ് കയറി കിടക്കുന്നത്. എവിടെയാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്ലേറ്റ് ഇവിടുത്തെ ചേട്ടൻ എനിക്ക് തന്നതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുള്ളിക്കാരൻ എനിക്ക് ബ്ലാങ്കറ്റ് തന്നു, അത് കിടപ്പുണ്ട് വലിയ ബ്ലാങ്കറ്റ്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തന്നു, അപ്പുറത്തെ ലൈറ്റൊക്കെ എടുത്ത് ഇപ്പുറത്ത് ഇട്ട് തന്നു. അപ്പുറത്തെ റൂമിൽ ബെഡ് ഉണ്ടായിരുന്നു, അവിടെ കിടക്കാൻ വേണമെങ്കിൽ അവിടെ കിടന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സഹകരണം കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാട്ടോ ഇവിടുത്തെ ചേട്ടൻ സാബിൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും വേണോ വേണമെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് പല സ്ഥലത്തും പല യാത്രയിലും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഒരു യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ പെട്ടുപോയാൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ വഴിക്ക് വെച്ച് കണ്ടുമുട്ടും. ഈ യാത്രയിൽ തന്നെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടുമുട്ടി. എന്തായാലും കഴിക്കട്ടെ. എന്തായാലും പൊറോട്ടയും പിന്നെ വെജിറ്റബിൾ കറിയും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവന് കഴിക്കാം. അപ്പോൾ ഗൈസ്, നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. അത് പറഞ്ഞാണ് ഒരു പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കൂല. അതേ തങ്ങമ്മ പറയും, തങ്ങമ്മ ഇവിടുത്തെ ആദ്യത്തെ ആള്. നല്ല മലയാളമൊന്നുമില്ല, നീ പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് പിടിക്കും, മുഖത്തേക്ക് പിടിക്കും. യൂട്യൂബ് ചാനൽ, അപ്പൊ യൂട്യൂബ് ചാനലിന്റെ